ആംബുലൻസിൽ അവൻ്റെ മൃതദേഹം ഇതാ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും സ്കൂളിലേക്ക് കൊണ്ടുവരികയാണ്. വിലാപയാത്രയായി ശാസ്താംകോട്ടയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഷീജ ഒരിക്കൽ കൂടി ചേരുകയാണ്. ഷീജ, വിലാപയാത്ര പുറപ്പെട്ടോ? ജിംഷാദ്, വിലാപയാത്ര പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. വിലാപയാത്രയിൽ നമുക്കിപ്പോൾ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് റോഡരികിൽ തന്നെ നിരവധി പേരാണ് അവന് അർപ്പിക്കുന്നതിന് വേണ്ടി ഇതിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി തടിച്ചുകൂടിയ ജനങ്ങളെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പ്രദേശമാകെ സ്തംഭിച്ച ഒരു അവസ്ഥയിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ വ്യക്തിക്കും അവരുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട വേദനയോടുകൂടി തന്നെയാണ് നമുക്ക് ഇന്ന് രാവിലെ മുതൽ ഈ ആശുപത്രിയിൽ എത്തിയ സമയം മുതൽ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അത്രത്തോളം പേരാണ് ഇവിടേക്ക് ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തിയത് എന്നുള്ളത് എടുത്തു പറയുന്നു. ആശുപത്രിയിൽ ഇതിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിയ എല്ലാവർക്കും അവനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ടുള്ള അവസരം പോലീസ് ഒരുക്കി നൽകിയിരുന്നു. അവനെ കണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ച് തന്നെയാണ് ഓരോരുത്തരും മടങ്ങിയത്. ഇപ്പോൾ നമുക്ക് ഈ വിലാപയാത്ര മുന്നോട്ട് പോകുമ്പോഴും അത് തന്നെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. കാരണം ഒരിക്കൽ ആംബുലൻസ് എത്തുമ്പോൾ ആ അടുത്തേക്ക് ഓടിയെത്തുന്നവരെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്. അങ്ങനെ പ്രായത്തിലമന്യെയാണ് മിഥുൻ എന്ന് പറയുന്ന ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി എല്ലാവരും ഓടിയെത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഷീജ സൂചിപ്പിച്ചതുപോലെ വാർത്തയിലൂടെ തന്നെ അവൻ ഏറെ പരിചിതനായി. അവൻ്റെ ത്യാഗോജ്വലമായ ഇടപെടൽ, കൂട്ടുകാരനെ സഹായിക്കാനാണെങ്കിൽ പോലും ഇടപെടലും അവനെത്തിയ ആ ദുർവിധിയുമൊക്കെ ഒരുപക്ഷെ നാട് വളരെ വേദനയോടുകൂടിയാണ് ഏറ്റുവാങ്ങിയത്. വലിയ പ്രതീക്ഷയോടുകൂടി വളരാൻ, പഠിക്കാൻ ഒക്കെ ആഗ്രഹിച്ചിരുന്ന അവൻ്റെ മനസ്സ് വീട്ടിലെ ചുവർച്ചിത്രങ്ങളിലടക്കം അവൻ്റെ പ്രസംഗങ്ങളിലടക്കം ഒക്കെ ബോധ്യമായതാണ് നാടിന്. അതിനുശേഷം കൂട്ടുകാരനെ സഹായിക്കാൻ വേണ്ടി ഷീറ്റിലേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം അവിടെ നിന്ന് ആഘാതമേൽക്കുന്നു, വൈദ്യുതാഘാതമേൽക്കുന്നു. അങ്ങനെയാണ് അവൻ പൊലിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ നാടിനൊന്നാകെ, കേരളത്തിനൊന്നാകെ അവൻ വളരെ പ്രിയപ്പെട്ടവനായി നോവോടുകൂടിയാണ് കാണുന്നത്.